ജ്ഞാനായ സുറിയാനി സമുദായാംഗങ്ങളോട് സ്നേഹപൂർവ്വം ഒരഭ്യർത്ഥന. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരമുള്ള കുറ്റാരോപണങ്ങളും കഴിഞ്ഞ ജൂൺ 23 ഞായറാഴ്ച കുറിച്ചി ഇഗ്നാത്യോസ് പള്ളിയിൽ ശ്രീ സേവറിയസ് മെത്രാപ്പോലീത്ത വന്നപ്പോഴുണ്ടായ സംഘർഷാവസ്ഥയുമൊക്കെ കാണുമ്പോൾ ജ്ഞാനായ സമുദായത്തിൽ തുടർമാനമായി ഉണ്ടാകാവുന്ന സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം ആർക്കും ദർശിക്കുവാൻ കഴിയും. പാത്രിയർക്കീസ് ബാവായുടെ കൈകടത്തലിനെ ചോദ്യം ചെയ്യുന്നതും സമുദായത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ ആർക്കും കഴിയില്ല എന്നും പൂർവ്വപിതാക്കന്മാർ കൈമാറിയ വിശ്വാസത്തിൽ നിന്നും വ്യതിരിച്ചിട്ടില്ല എന്നും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ പല വാഗ്വാദങ്ങളും ഇതിനോടകം സോഷ്യൽ മീഡിയയിലൂടെ നാം കണ്ടു കഴിഞ്ഞു. ബിഷപ്പുമാരായ കുറിയാക്കോസ് മാർ സെവറിയോസ്, കുറിയാക്കോസ് മാർ ഈവാനിയോസ്, കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് എന്നിവരെ നേരിട്ട് പരിചയമുണ്ട്. ജ്ഞാനായ സമുദായാംഗങ്ങൾ തങ്ങളുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുന്നതിൽ തീഷ്ണതയുള്ളവരാണ്. ആയതിൽ അവർക്ക് ഐക്യതയും വികാരപരമായ ആവേശവും ഉണ്ടെന്നുള്ളത് നിസ്തർക്കമായ വസ്തുതയാണ്. അതുകൊണ്ടാണല്ലോ എല്ലാ വർഷവും ജ്ഞാനായ കോൺഗ്രസിനോടനുബന്ധിച്ച് സിറിയൻ കുടിയേറ്റ വാർഷികം ആഘോഷിക്കുന്നത്. ഈ സമുദായാംഗങ്ങൾ മറ്റ് ക്രൈസ്തവ സഭാംഗങ്ങളുമായി ബാന്ധവം നടത്തുന്നില്ല. തദ്വാര തങ്ങളുടെ വർഗശുദ്ധിയും തനിമയും കാത്തു സൂക്ഷിക്കുന്നതിൽ അവർ ജാഗരൂകരാണ്. ഈ രാജ്യത്തെ പൗരന്മാരായി ജീവിക്കുന്നവർ മറ്റ് ജനവിഭാഗങ്ങളുമായി ഇഴുകിച്ചേരുന്നില്ല എങ്കിൽ, അഥവാ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എങ്കിൽ, നാളെ BJP സർക്കാർ AD 345 പായ്ക്കപ്പലിൽ വന്ന് മലങ്കരയിൽ കുടിയേറിയെന്ന് അഭിമാനിക്കുന്നവർക്ക് കൊച്ചി തുറമുഖത്തു നിന്നും സ്പീഡ് ബോട്ടുകളിലോ യാത്രാ കപ്പലുകളിലോ നിങ്ങളുടെ പൂർവ്വദേശത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അയച്ചാൽ ഈ സമുദായത്തിൻ്റെ ഭാവി എന്താവും? ഒരുപക്ഷെ എൻ്റെ ആശങ്ക സാങ്കല്പികമാണെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞേക്കാം. പ്രിയ സഹോദരങ്ങളെ, വേദനിപ്പിക്കുവാൻ പറഞ്ഞതല്ല. നമ്മുടെ മക്കളെല്ലാം പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ നമ്മുടെ വ്യത്യസ്തതകൾ അവർ അഭംഗുരം പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കാമോ? എബ്രഹാം മാർ ക്ലീമീസ് മെത്രാപ്പോലീത്തായുടെ കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1988-90 കാലഘട്ടത്തിൽ അപ്രേ സെമിനാരിയിൽ വെച്ച് കൂടിയ സുവിശേഷകരുടെയും സുവിശേഷ താല്പര്യമുള്ളവരുടെയും യോഗത്തെ ഞാൻ സന്തോഷത്തോടെ സ്മരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മെത്രാപ്പൊലീത്ത സുവിശേഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചിട്ട് വളരെ ക്രാന്തദർശിയായി പരിജ്ഞാനത്തോടെ ചില പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും എടുത്തിരുന്നു. ആ പ്രഖ്യാപനങ്ങളുടെ തലക്കെട്ട് ഇതായിരുന്നു: ജ്ഞാനായ സമുദായാംഗങ്ങൾ ഒരു വിശുദ്ധ ജനമായി 21ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു വ്യാഴവട്ടക്കാല പദ്ധതി. എന്നെ അതിശയിപ്പിച്ച ചില പ്രഖ്യാപനങ്ങളാണ് ബഹുമാന്യ ക്ലീമീസ് മെത്രാപ്പോലീത്ത അന്ന് അവതരിപ്പിച്ചത്. ജ്ഞാനായ സമുദായങ്ങൾ സുവിശേഷം വിശ്വസിക്കണമെന്നും രക്ഷാനിർണയം പ്രാപിച്ചവരായി തീരണമെന്നും വ്യക്തമായി അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. മാത്രമല്ല, അദ്ദേഹം സെമിനാരി ഹാളിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചു: കൊടുങ്കാറ്റടിക്കട്ടെ, തിരമാലകൾ ഉയരട്ടെ, പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്നും അണുവിട പോലും വ്യതിചലിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ജ്ഞാനായ സമുദായാംഗങ്ങളെയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ അന്നെടുത്ത ആ നല്ല തീരുമാനങ്ങൾ എവിടെ? അവ നാം അറബിക്കടലിൽ വലിച്ചെറിഞ്ഞുവോ? ഇന്ന് ഒരു ശരാശരി ജ്ഞാനായക്കാരൻ്റെ നിലവാരം നിങ്ങൾ തന്നെ വിചിന്തനം ചെയ്തു കൊള്ളുക. ജ്ഞാനായക്കാരുടെ പുരാതന പാട്ടുകളിൽ ആവേശത്തോടെ ഇങ്ങനെ നാം പാടാറുണ്ടല്ലോ: ഹിന്ദുവിൽ പോയാലും മക്കളെ നിങ്ങൾ ബന്ധങ്ങൾ വേർപീടാതോർക്കേണം എപ്പോഴും, 10ഉം 7ഉം അങ്ങെപ്പോഴും ചിന്തിപ്പിൻ. ഈ ഗാനം
ബഹുമാനപ്പെട്ട ക്ലീമീസ് മെത്രാപ്പോലീത്ത ക്നാനായ കോൺഗ്രസിൻ്റെ വേദികളിൽ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹൈന്ദവ നാട്ടിൽ പോയാലും മക്കളെ നിങ്ങൾ ബന്ധങ്ങൾ വേർപെടാതെ അഥവാ വർഗശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ദൈവവുമായുള്ള ബന്ധവും പരസ്പരമുള്ള സൗഹാർദ്ദവും 10 കൽപ്പനകളുടെ പ്രാധാന്യവും നാം എപ്പോഴും ഓർമ്മിക്കണം എന്നാണ് ഈ പാട്ടിലൂടെ ആവശ്യപ്പെടുന്നത്. AD 345 772 കുടുംബങ്ങൾ 400ഓളം അംഗങ്ങൾ കാനാത്തോമായുടെ നേതൃത്വത്തിൽ എടേസായിൽ നിന്നും മലങ്കരയിൽ കൊടുങ്ങല്ലൂരിൽ കൊടിയേറിയത് സുവിശേഷ ഘോഷണത്തിനായിരുന്നു എന്നാണ് നമ്മുടെ പിതാക്കന്മാരും ചരിത്രത്തെ സ്നേഹിക്കുന്നവരും പറഞ്ഞിട്ടുള്ളത്. കാനാത്തോമ കച്ചവടക്കാരനായിരുന്നെങ്കിലും സുറിയാനി കുടിയേറ്റത്തിൻ്റെ മുഖ്യ ലക്ഷ്യം സുവിശേഷ ഘോഷണമായിരുന്നു, കേവലം കുരുമുളക് കച്ചവടമായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഉറഹായിലെ മാർ യൂസേപ്പിനും മറ്റ് വൈദികർക്കും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. നാം കുർബാന മധ്യേ ചൊല്ലുന്ന ഗീതമാണല്ലോ പൗലോസ്ലീഹാ ധന്യൻ ചൊൽകട്ടെ നിദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ച് ഇങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരം ഉപദേശങ്ങളഹു പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തൊട്ടവസാനിപ്പിപ്പോൻ ധന്യൻ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പൗലോസ്ലീഹ പാരമ്പര്യങ്ങളോ അനുഷ്ഠാനങ്ങളോ സംബന്ധിച്ചുള്ള ഉപദേശമല്ല, മറിച്ച് താൻ അറിയിച്ച സുവിശേഷ സത്യങ്ങൾ വിശ്വസിക്കണമെന്നാണ് ആഹ്വാനം ചെയ്തത്. ആര് വിരുദ്ധമായി അറിയിച്ചാലും ഒരു ദൂതനാണെങ്കിൽ പോലും ശപിക്കപ്പെട്ടവനെന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ ലോകത്ത് പല ഉപദേശങ്ങൾ പരക്കുന്നെങ്കിലും വചനസത്യങ്ങൾ മാത്രമേ വിശ്വസിക്കാവൂ എന്നാണ് നാം ആവേശത്തോടെ പാടുന്നത്. പക്ഷേ ദൈവവചനത്തിലില്ലാത്ത പലതും നാം ആചരിച്ചു പോരുന്നത് ശരിയോ എന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമല്ലയോ? വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യ ലേഖനം 1-6 മുതൽ 10 വരെ എഴുതിയ വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഗീതം എഴുതിയിട്ടുള്ളത്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നാം ഓരോരുത്തരും പൗലോസ്ലീഹായാൽ എഴുതപ്പെട്ട ഈ വേദഭാഗം വായിച്ച് ധ്യാനിക്കുന്നത് എത്രയോ നല്ലതാണ്. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതലസീമയധോളം നല്ലവൻ ഗേല്യോൻ കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതേന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. നാം ഈ ഗീതം ആലപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചിട്ടുണ്ടോ? സഭാപിതാക്കന്മാർ അർത്ഥസമ്പുഷ്ടമായാണ് ഈ ഗാനം എഴുതിയിട്ടുള്ളത്. ഭൂമിയിലെമ്പാടും അതിൻ്റെ സീമയോളം ദൈവാത്മപ്രേരിതരായി സർവ്വജാതികളോടും ശിഷ്യന്മാർ അറിയിച്ച സുവിശേഷം സ്വീകരിക്കുന്നവർ സ്വർഗരാജ്യത്തിലെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുന്നുവെന്നാണ് നാം പാടുന്നത്. എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും രക്തത്തിൽ നിന്ന് രക്തവുമായ പ്രിയ സഹോദരങ്ങളെ, ഈ സുവിശേഷം നാം വിശ്വസിച്ച് യേശു കർത്താവിൻ്റെ കർത്തൃത്വം സ്വീകരിക്കുന്നവർക്കാണ് സ്വർഗം ലഭിക്കുന്നത്. സഭാസ്ഥാപനത്തിന് മുഖ്യനെന്ന് കണക്കാക്കുന്ന പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ പത്രോസ് ആമുഖമായി അഡ്രസ് ചെയ്യുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പിനെയാണ്. യഹൂദന്മാരുടെ പശ്ചാത്തലത്തെയാണ് പത്രോസ് സൂചിപ്പിക്കുന്നത്. യഹൂദ പാരമ്പര്യം അവകാശപ്പെടുന്ന നാം പത്രോസ്ലീഹയുടെ ഈ ആഹ്വാനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ? നമ്മുടെ പാരമ്പര്യങ്ങളോ നേർച്ച കാഴ്ചകളോ പൊന്നോ പണമോ നല്ല പ്രവൃത്തികളോ കുലമോ അല്ല നമ്മെ രക്ഷിക്കുന്നത്. മറിച്ച് നമുക്ക് വേണ്ടി ചാട്ടവാർനടി കൊണ്ട് മുൾക്കിരീടമണിഞ്ഞ മൂന്നാണിമേൽ തൂങ്ങി ക്രൂശിൽ മരിച്ച ചോര ചിന്തി നമുക്ക് വേണ്ടി മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവാണ് നമ്മെ രക്ഷിക്കുന്നത്.
ഗലാത്യലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലെ ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാരെ? പൗലോസ് അപ്പോസ്തലന്റെ ഈ മുന്നറിയിപ്പ് നമുക്കും പ്രസക്തമല്ലേ? ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുത്തൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും പഴയ കാലത്തെന്ന പോലെ വഴക്കും വക്കാണവും വെറുപ്പും വിദ്വേഷവും അടിപിടിയും സംഘട്ടനവും നിങ്ങൾ വീണ്ടും പിന്തുടരുന്നത് നന്നാണോ? ജാത്യാലുള്ളത് തൂത്താൻ പോകുമോ എന്നെനിക്കറിയില്ല. മദ്യപാനവും മറ്റു ദുഷ്പരിചയങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി തീർന്നില്ലേ? നമ്മുടെ ചടങ്ങുകളിൽ പച്ചയ്ക്ക് നിൽക്കുന്നവർ എത്ര പേരും? ആത്യന്തികമായി കേസുകൾക്കോ നേർച്ച കാഴ്ചകൾക്കോ ഇടയന്മാർക്കോ മറ്റ് പ്രത്യേകതകളോ നമ്മെ രക്ഷിക്കുവാൻ പര്യാപ്തമോ? ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പ്രസ്താവിച്ചു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുകയും അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ക്രിസ്തു നമ്മെ പാപത്തിൽ നിന്നും സ്വതന്ത്രരാക്കി, പക്ഷെ നാം ഇന്നും പാപത്തിൻ്റെ അടിമത്തത്തിൽ തന്നെയല്ലേ കഴിയുന്നത്? നാം പരസ്പരമുള്ള ബന്ധം വേർപെടുത്തരുതെന്ന് പുരാതന പാട്ടുകളിൽ പാടുന്നു എങ്കിലും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഷവിത്ത് നമ്മിൽ പൊട്ടിമുളച്ചില്ലേ? പ്രിയ ജ്ഞാനായ സഹോദരങ്ങളെ, ഒരു സമൂഹം എന്ന നിലയിൽ നാശത്തിൻ്റെ ആണോ ജീവൻ്റെ സ്വർഗീയ മാർഗമാണോ നാം പിന്തുടരുന്നത്? നമ്മുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.